നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ GST ഒക്കെ ഇങ്ങനെ വന്നിട്ട് യൂസ്ഡ് കാറുകളുടെ മാർക്കറ്റ് ആകിയതായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. യൂസ്ഡ് കാർ മാർക്കറ്റ് വില കുറയുന്നു പലരും അഭിപ്രായപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെ വന്നു പോയാലും ഒരു മാറ്റവും സംഭവിക്കാത്ത ഒരാളടുത്താണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഷാനുഖാൻ്റെ അടുത്ത് ഷാനു വീൽസ് യൂസ്ഡ് പ്രീമിയം കാറുകളുടെ ഒരു ചാകര എൻ്റെ പുറകിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും വില കൂടാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ ഷാനുഖാനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. സുഖല്ലേ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഷാനു ഖാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ ഇട്ടിട്ടാണ് എപ്പോഴും ഇവിടെ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലേ? ഓക്കെ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മോങ്ങത്താണ്. ഷാനുഖ, ഈ കാറുകൾ പ്രീമിയമാണ്. അപ്പോൾ ആൾക്കാർ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ 5 ലക്ഷത്തിൻ്റെ താഴെയുള്ള കുറേ വണ്ടികളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു വാഹനം എടുക്കുമ്പോൾ ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം, ജസ്റ്റ് അതൊന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് ഇത് ഈ ഒരു വിലക്കാണ് കിട്ടണതെന്ന് കരുതി ആളുകൾ ഇതൊരു കംപ്ലൈൻസും വരൂല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് പ്രീമിയം കാറാണ്, ലക്ഷറി കാറാണ്. അപ്പൊ അതിന് അതിൻ്റെതായ മെയിൻ്റനൻസ് വരും. അപ്പൊ അതിനും കൂടി കപ്പാസിറ്റി ഉള്ള ആളുകൾ വേണം ഇത് മേടിക്കാൻ. അല്ലാതെ ഒരു മാരുതി പോലെയാണ്, ടൊയോട്ട പോലെയാണ് ബെൻസ് എന്ന് ആരും വിചാരിക്കരുത്. അതിൻ്റെതായ ഒരു വാല്യൂ കാണണം, മെയിൻ്റനൻസ് ഉണ്ടാവും. അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് റൗണ്ട് ലൈറ്റ് കുറവാണല്ലോ? ഇല്ല അല്ലേ? റൗണ്ട് ലൈറ്റ് വെച്ചിട്ടില്ല. കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടെ, നമ്മളെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നല്ല പൊട്ടിച്ച വില തന്നെ കൊടുക്കാം ഈ പ്രാവശ്യം അല്ലേ? ഓക്കെ. അപ്പോൾ പ്രീമിയം കാറുകൾ നല്ല വിലക്കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം. ഓക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് പോകാം അല്ലേ? ഇതാ മെഴ്സിഡസ് ബെൻസ് ആണ്, C220D. ഇന്ന് ഫുൾ ബെൻസ് തന്നെ ഉള്ളൂ അല്ലേ? ഒരു ലാൻഡ് റോവർ, ബാക്കി മൊത്തം ബെൻസ് അല്ലേ? ഒരു BM ഉണ്ട്. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2010 മോഡലാണ്. ഓൾറെഡി ഇപ്പൊ കേരള നമ്പർ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറാണ്. ഡീസലാണ്. ഓക്കെ. C220 ഡീസൽ. ഇത് നമുക്ക് ഫൈനൽ 4,60,000 രൂപയ്ക്ക് കൊടുക്കാം. 2030 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആണ്. 4,60,000. 2010 അവൻഗാർഡ് ആണ് കേട്ടോ. ടോപ്പ് എൻഡ് മോഡലാണ്. ഡീസലാണ്. നല്ല മൈലേജും കിട്ടും. എത്ര ഉണ്ടാവും ഏകദേശം? എന്തായാലും ഒരു 17-16 കിലോമീറ്റർ എന്തായാലും കിട്ടും. 16-17 കിട്ടുന്നുണ്ട്. 4,60,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി ഒന്നും നോക്കാനില്ല, 5 വർഷത്തേക്ക് ഒന്നും നോക്കാനില്ല. ഫാൻസി നമ്പറുമാണ്. അവൻഗാർഡ് ആണ്. പിന്നെ നമ്മളൊരു സർവീസ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. മൗണ്ടിങ്, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ, ഓയിൽ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 15,000 കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ട് അല്ലേ? ഇതിനിടയ്ക്ക് ചെയ്താൽ മതി. വേറെ വർക്കോ കാര്യമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒരു ക്ലെയിമും കാര്യമൊന്നും സ്റ്റോക്ക് കണ്ടീഷനാണ്. 4,60,000 പുതിയ പേപ്പറിൽ, 5 വർഷത്തെ പുതിയ പേപ്പറിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ സൗകര്യം കാര്യമൊന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. ഓക്കെ. അതേപോലെ ഈ പാർട്സിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പാർട്സ് കസ്റ്റമർക്ക് വേണമെങ്കിൽ കസ്റ്റമർ വിളിച്ചോട്ടെ. ഇനിയിപ്പോ നമ്മളെടുത്തുനിന്ന് എടുത്ത വണ്ടി അല്ലെങ്കിൽ പോലും കസ്റ്റമർ വിളിച്ചോട്ടെ. അവർക്ക് GPay ചെയ്തെന്നാൽ അവർക്ക് ഡെലിവറി കൊടുക്കാം. എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും. സർവീസ് ആദ്യം കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന വണ്ടികൾക്കുള്ള സർവീസ് വീട്ടിൽ ചെന്ന് വേണേൽ സർവീസ് ചെയ്ത് കൊടുക്കാം. കാരണം പല കസ്റ്റമർക്കും ഒരു ഡൗട്ട് എന്താ വെച്ചാൽ പാർട്സ് കിട്ടുമോ, അത് എവിടെ കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു സംശയമാണ്. അപ്പൊ അതിനാണ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് C ക്ലാസ് കണ്ടല്ലേ? ഇനി ഒരു B ക്ലാസ് കാണാം. B180 ആണ്. B എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കാണാറില്ല പൊതുവെ. കാരണം ഒന്നാമത് ഇത് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം വില ഉണ്ട്. പിന്നെ ഇതൊരു കോമ്പാക്ട് കാർ ആയതിനെ കൊണ്ട് തന്നെ ബെൻസിന്റെ ആ ഒരു പ്രൗഡി കുറവായിരിക്കും, ആ കംഫർട്ടും കുറവായിരിക്കും. പക്ഷെ എങ്കിലും ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ബെസ്റ്റ് ആണ്. മൈലേജ് ഉണ്ടാവും. പിന്നെ പെനാരമിക് സൺറൂഫ് ആയിരിക്കും. പിന്നെ മെയിൻ്റനൻസും പൊതുവെ കുറവാണ്. ഒരു പവർഫുൾ വണ്ടിയല്ല, നോർമലായ ഒരു വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. ഒരു 15-14 കിലോമീറ്റർ എന്തായാലും പെട്രോളിന് മൈലേജ് കിട്ടും. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2012 എൻഡ് വണ്ടിയാണ്. പെട്രോൾ B180 പെട്രോൾ. ഇത് നമുക്ക് ഫൈനൽ 5,40,000 കൊടുക്കാം. 5,40,000. 2012 B180 പെട്രോൾ ആണ്. പെട്രോൾ ഇത്രയും മൈലേജ് കിട്ടും? കിട്ടുന്നില്ല. 1600 cc ഉള്ളിലായിട്ടുള്ളൂ. 1577 ആണോ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാധാരണ വണ്ടിയുടെ ലെവലിൽ തന്നെ മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും ഒരു പെട്രോൾ വണ്ടിയുടെ ലെവലിൽ തന്നെ. ഓക്കെ. 12 മോഡല്. പേപ്പറൊക്കെ ഇനിയുണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം വർക്കിംഗ് അല്ല? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ പ്രീമിയം വണ്ടി എടുക്കുമ്പോൾ ഇതൊരു ന്യൂജൻ വണ്ടിയാണ്. A ക്ലാസിനെ പോലെ തന്നെ B180
ഒരു ന്യൂജൻ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓക്കെ. ഇതിന് ലോണ് ഇപ്പോൾ നമ്പർ ആയിട്ടില്ല, ഇങ്ങോട്ടേക്ക് മാറണം എത്രയാവും? മാറാൻ എന്തായാലും ഒരു 60,000-50,000 രൂപ കൊണ്ട് മാറാം. 60,000 അല്ലേ? കാരണം ഇൻവോയ്സ് റേറ്റ് കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ മാറിക്കഴിഞ്ഞാലേ ലോണും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതിനും പൊതുവെ മെയിൻ്റനൻസ് ഇങ്ങനെ കുറവായിരിക്കും, പെട്രോൾ ആയതുകൊണ്ട് തീരെ കുറവായിരിക്കും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും സെഡാൻ കാറ്റഗറി C250 പെട്രോൾ വാഹനമാണ്. അങ്ങനെ കാണാത്തൊരു കാറ്റഗറിയാണല്ലേ? അതെ, കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 വാഹനങ്ങൾക്ക് കിലോമീറ്റർ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ബി ക്ലാസ്സിനും ക്ലാസ് 84 കിലോമീറ്റർ 84,000. ഫസ്റ്റ് കാണിച്ച C220 അത് 1 ഓടിയിട്ടുണ്ട് അല്ലേ? സർവീസ് ഒക്കെ ഉണ്ടല്ലോ? സർവീസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ 180 നമ്മളൊരു സർവീസ് ചെയ്തു കേട്ടോ. ഓയിലും ബുഷും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ ബേസിക്കൽ ആയിട്ടുള്ള ഒരു സർവീസ് നമ്മൾ എടുക്കും, ചെയ്തിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. ഇല്ലെങ്കിൽ റിസ്ക് ആണ് ഇല്ലെങ്കിൽ അല്ലേ? ശരിക്കും തന്നെ എന്തെങ്കിലും വർക്ക് വരും, അപ്പൊ കസ്റ്റമർക്ക് ഒരു ബാഡ് ഇംപ്രഷൻ വേണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് റിസ്ക് എടുത്തും അത് മാറിക്കൊടുക്കും, ബേസിക് എല്ലാം മാറിക്കൊടുക്കും. അപ്പോൾ ഇത് C250 ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് C250 V6 എഞ്ചിനാണ് വരിക, പെട്രോൾ വെർഷൻ ആണ്. അതുകൊണ്ട് തന്നെ മൈലേജ് കുറവായിരിക്കും, പെർഫോമൻസ് ഭയങ്കരമായിരിക്കും. എസ് ക്ലാസ്സിലും ML250 വരുന്ന എഞ്ചിനാണ് V6. ഓക്കെ. ML350 വരുന്ന എഞ്ചിനാട്ടോ. അതേപോലെ E350 പെട്രോൾ വെർഷനിൽ വരുന്നത്. അപ്പൊ ആ എഞ്ചിൻ ഇത്രയും ചെറിയൊരു വണ്ടിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഊഹിച്ചാൽ മതി അല്ലേ? അതിന്റെ പവർ മൈലേജ് അങ്ങനെ പറയണത്. കസ്റ്റമർ ഒരിക്കലും ഇത് മൈലേജ് ഒരു 8-10 കിട്ടും, അത്ര മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. 8-10 6 സിലിണ്ടർ എഞ്ചിനൊക്കെ മറ്റേ ശബ്ദം വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പവർഫുൾ വണ്ടിയാണ്. C250 അവൻഗാർഡ് ആണ്. പിന്നെ അവൻഗാർഡേ വരൂ, അതേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ കുറഞ്ഞ ഓപ്ഷൻ ഇല്ല. അത്രയും പ്രൈസ് കൂടിയ വണ്ടിയാണ്. ഏതാണ്ട് അന്ന് 50 ചില്ലാന ലക്ഷം വില ഉണ്ട്. ഓൺ ദ റോഡ്. ഇതിപ്പോ കിലോമീറ്റർ എത്രയായി? ഇത് 88. 88,000. മോഡൽ എന്താ പറഞ്ഞത്? 2010, 2030 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 450 കൊടുക്കാം. 4.5 ലക്ഷത്തിന് C250 V6 എഞ്ചിനാണ്. ഇത്രയും പവർഫുൾ ആയ വണ്ടി കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതിന്റെ മുകളിൽ അഡീഷണൽ ഒരു പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട, സർവീസ് ഇപ്പോൾ ചെയ്യേണ്ട, എല്ലാ സർവീസ് ചെയ്ത് വെച്ചാണ് കൊണ്ടു നടക്കാം അല്ലേ? പെട്രോൾ ആണ്. മൈലേജ് ഒരു പ്രശ്നമല്ല, മൈലേജ് പ്രശ്നത്തെ കൊണ്ടു നടക്കാം, ഒരു പ്രശ്നമില്ല. കാരണം വണ്ടിക്ക് അങ്ങനെ സാധാരണ 4 സിലിണ്ടറിനെ പോലെയല്ല V6, കംപ്ലൈൻസ് കുറവായിരിക്കും. ഓക്കെ. വന്നാൽ അത്യാവശ്യം പൈസ വരും. 4 സിലിണ്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കംപ്ലൈൻസ് വന്നാൽ അത്യാവശ്യം പൈസ വരും, പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലൈൻസ് വരൂല. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ, ഫുൾ പേപ്പർ ഒക്കെയാണ്. അടുത്ത വണ്ടിയാണ് ലാൻഡ് റോവറിന്റെ ഫ്രീലാൻഡർ 2 കേരള നമ്പർ ആയി കഴിഞ്ഞു. അതും നല്ല അടിപൊളി ഒരു ഫാൻസി നമ്പർ. ഏതാ? 6001. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2010 മോഡലാണ്. 75,000 കിലോമീറ്റർ. വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പുതിയ പേപ്പറാണ്. 2030 വരെ പേപ്പർ വാലിഡ് ആണ്. ഈ കിലോമീറ്റർ പറയുമ്പോൾ പലരും നമ്മൾ പല വീഡിയോയിൽ എക്സ്പ്ലനേഷൻ കൊടുത്താണ് ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ. ഇവർ പറയുമ്പോൾ 1 താഴെ എല്ലാം ഉണ്ടാവാറുള്ളൂ, അങ്ങനെ ഇങ്ങനെ കുറേ കമൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, ഒന്നാമത് ഇത്തരം വണ്ടികൾ എന്തായാലും ഉപയോഗിക്കുന്ന ആളുകൾക്ക് അഡീഷണൽ വണ്ടി ഉണ്ടാവും. നമ്മൾ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ എല്ലാ വണ്ടികൾക്കും കാണണം. പൊതുവെ മെയിൻ്റനൻസ് കുറഞ്ഞത് ബെൻസാണ്. പിന്നെ BMW ആയാലും ഓഡി ആയാലും റേഞ്ച് റോവർ ആയാലും ലാൻഡ് റോവർ ആയാലും ഏത് വണ്ടി ആയാലും എന്തായാലും ബെൻസിനേക്കാൾ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും അല്ലേ? അപ്പം ഇത്തരം വണ്ടികളൊക്കെ മെയിൻ്റനൻസും സർവീസ് കോസ്റ്റും ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും കുറവ്. പിന്നെ നമ്മളൊക്കെ അധികം ചെയ്യുന്ന ബോംബെ വണ്ടികളല്ലേ, സിറ്റിക്കകത്ത് നിന്ന് അവർക്ക് പുറത്തേക്ക് പോകണ്ടല്ലോ. ഒരു 10-15-20 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ അവർ ഓടുള്ളൂ. അത് ഷാനവാസിന്റെ ഒരു പ്രത്യേകതയാണ്. ഷാനവാസ്ക ഫുള്ള് MH ബോംബെ വണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ? വണ്ടി എടുക്കണുള്ളൂ. അവിടെയാണ് ഞാൻ. അപ്പം പുറത്തുനിന്നൊന്നും UP-യോ ഹരിയാനയോ നമ്മൾ പോയിട്ടില്ല, എടുക്കാറുമില്ല. ബോംബെ വണ്ടികളാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് കിലോമീറ്ററിന്റെ ക്ലാരിഫിക്കേഷൻ. അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട് ഈ വണ്ടിക്ക്. മാത്രമല്ല അത് കമ്പനി പെയിന്റ്, ഒരു പാർട്ട് പോലും ടച്ച് ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിന്റ് ആണ്. അതിലൊരു നീറ്റ്നെസ് കാണാനുണ്ട്. വണ്ടി ഇന്റീരിയർ ഒക്കെ പുതുപുത്തൻ പോലെയാണ്. നിങ്ങൾ ഇന്റീരിയർ രജിസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പുതിയ പേപ്പറിലാണ്, 5 വർഷത്തേക്കുള്ള എല്ലാ പേപ്പറും ഉണ്ട് അല്ലേ? ഓക്കെ. ഒരു ഫാൻസി നമ്പറും 2030 വരെ പേപ്പേഴ്സ് വാലിഡ് ആണ്. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. 75,000 അല്ലേ പറഞ്ഞത്? 75,000. എത്ര കൊടുക്കാം ഇത് നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 7,25,000 രൂപ. 7,25,000 ഒരു ഫ്രീ വാലിഡ്
ഫുൾ പേപ്പർ 5 വർഷത്തേക്കുള്ള പേപ്പർ എല്ലാം ഉള്ള 725 നിങ്ങൾ കൊണ്ടുപോകാം. ഇതിൻ്റെ മുകളിൽ നിങ്ങളൊരു പൈസ ഇനി ചിലവാക്കേണ്ട ആവശ്യമില്ല. കൊണ്ടുപോകാം, ഉപയോഗിക്കുക. സർവീസ് വരുമ്പോൾ പറയാൻ മറന്നു. മൈലേജ് എത്ര കിട്ടും ഇനി പൊതുവെ? എന്തായാലും ഒരു 13-14 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ലാൻഡ് റോവർ ഈ വണ്ടികളൊക്കെ ഉപയോഗിക്കാൻ വളരെ സുഖമായിരിക്കും. പിന്നെ പാർട്സിനൊക്കെ അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. പിന്നെ ബ്രാൻഡ് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പിന്നെ പാർട്സ് എത്തിച്ചേരുകയും ചെയ്യും, പേടിക്കണ്ട. എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അടുത്തതാ ഒരു സെഡാൻ കാറ്റഗറി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് ലുക്കുള്ള വണ്ടിയാണ്. ഈ 250 ആണ് മെർസിഡസ് ബെൻസ്. ഇപ്പോൾ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? സി പോലെ തന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മൈലേജ് ഉണ്ടാവും അല്ലേ? ഏകദേശം മൈലേജ് ഉണ്ടാവും. ഒരു 15-14 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഈ 250 ആണ് അത് മോഡല്. 2013 ഡിസംബർ വണ്ടിയാണ്. ഓക്കെ. ഇത് ഓൾറെഡി കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുണ്ട്. അറിയില്ല. 4,75,000 രൂപ കൊടുത്താണ് നമ്പർ ആക്കിയത്. കഴിഞ്ഞ വർഷമാണ് നമ്പർ ആക്കിയത്. ഫാൻസി നമ്പറാണ്. ഇപ്പോൾ ചെയ്യുകയാണെങ്കിലും ഏതാണ്ട് ഒരു 3.5 ലക്ഷം രൂപ ടാക്സ് അടക്കേണ്ടി വരും. ഇതൊരു വർഷം മുന്നേ അതിനെ കൊണ്ടാണ് 4,00,000. ഇപ്പോ 90,000 കിലോമീറ്റർ. 2013 90,000 ടോപ്പ് എൻഡ് മോഡൽ. 85,000 വരെ കമ്പനി സർവീസും ഉണ്ട്. ഓക്കെ. അപ്പോൾ 1 ലക്ഷത്തിലാണ് ഇനി അടുത്ത സർവീസ് വരിക അല്ലേ? അതെ, 1 ലക്ഷത്തിലാണ് ഇനി അടുത്ത സർവീസ് വരിക. ഇത് നമുക്ക് ഫൈനൽ 11,90,000 കൊടുക്കാം. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. 11,90,000 രൂപയ്ക്ക് ഈ 250 2013 മോഡൽ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല പ്രൈസാണ്. നല്ല പ്രൈസാണ്. ഇത് ഒരു പൈസ നിങ്ങൾ ഇനി ഇതിന്റെ മുകളിൽ ചെലവാക്കണ്ട. സർവീസ് ഇനി 1 ലക്ഷത്തിൽ ചെയ്താൽ മതി. സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി പ്രൈസാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചു. 2013 കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഈ 250 കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ മെർസിഡസ് ബെൻസ് തന്നെ ഈ ക്ലാസ് ഈ 200. ഇതൊരു പെട്രോൾ സെഗ്മെന്റ് വാഹനമാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വണ്ടിയാണല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 പക്ക മോഡല്. കാരണം 13 തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതും 13 അതില് ഓൾഡ് ഷേപ്പ് ആണ് ഇത് വരിക. അത് ന്യൂ ഷേപ്പ് ആണ്. ഇത് 2013 മോഡൽ ഈ 200 പെട്രോൾ വണ്ടി. അവൻഗാർഡ് മോഡൽ. എത്ര സിലിണ്ടർ വരും ഇതിന്? 4 സിലിണ്ടർ. 4 അല്ലേ? അതിന് നേരത്തെ കണ്ടതിനേക്കാൾ മൈലേജ് കിട്ടും അല്ലേ? V6-നേക്കാൾ അത് എന്തായാലും കിട്ടും. എന്തായാലും ഒരു 11-12 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് ആണ്. കാരണം അത്യാവശ്യം മൈലേജും ഉണ്ട്. കിലോമീറ്റർ എത്രയാ ഇത്? 85,000 കിലോമീറ്റർ. 85-86 എന്തോ. ഇപ്പൊ സർവീസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ സർവീസ് ചെയ്തിട്ടുണ്ട്. 2013 ന്യൂ എഞ്ചിനാണ് ഇതിൽ വരിക. കാരണം 12 വരെ ഈ 200 ഒരു എഞ്ചിനും 13 ശേഷം പുതിയ ഷേപ്പിലേക്ക് മാറുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള വണ്ടി അതിനെ കൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റിയറിങ്, അതിൻ്റെ ഗിയർ ബോക്സ്, അതിൻ്റെ എഞ്ചിനൊക്കെയാണ് ഇതിൽ. എക്കോ മോഡൊക്കെ ഉള്ള ഒരു എഞ്ചിനാണ് ഇതിൽ. 6 സ്പീഡ് ആയിരിക്കും. മറ്റേതൊക്കെ 4 സ്പീഡ് ആയിരിക്കും. ഈ 200 തന്നെ 11 4 സ്പീഡ് ആയിരിക്കും. ഇത് 6 സ്പീഡ് ആയിരിക്കും. ഹാൻഡ് ഗിയർ ആയിരിക്കും. ന്യൂ സ്റ്റിയറിംഗ് ആയിരിക്കും. നല്ല വണ്ടിയാണ്. ഓക്കെ. 2013 മോഡലാണ്. ഫുൾ സർവീസ് പോയ വാഹനം. പെട്രോള്. ഓണർഷിപ്പ് എത്രയുണ്ട്? ഇത് സെക്കൻഡ്. നമ്മൾ കുറെ ഓണർഷിപ്പ് വിട്ടു വരുന്നു ഇതുവരെ പറഞ്ഞേ. ഇനി ശ്രദ്ധിച്ചോളാം. കിലോമീറ്ററും ഇപ്പൊ കണ്ടതിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് സെക്കൻഡിലാണ്. എല്ലാം ഫസ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് സെക്കൻഡ്. നമ്മൾ ആ ഈ 250 പറഞ്ഞത് സെക്കൻഡ് ഓണറാ. ഫസ്റ്റ് ഓണർ ഇപ്പൊ കേരളത്തിലാക്കിയപ്പോൾ സെക്കൻഡ് ഓണർ. ഓക്കെ. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ 6,90,000 വിത്ത് NOC. ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ വരും കേട്ടോ. ഓക്കെ. 13 മോഡൽ അതിനെക്കൊണ്ട് 6,90,000 NOC പ്രൈസ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 1.5 ലക്ഷം കൂടി കാണണം. 13 മോഡൽ ഉണ്ട് ഈ 200. താല്പര്യം വിളിച്ചോളൂ. ഇതും ഡീസൽ പോലെ വലിയ മെയിൻ്റനൻസ് വരില്ല. ഇല്ല. സിമ്പിൾ ആയിട്ട് തീരെ വരില്ല. ഡീസലിന്റെ അത്രയും വരില്ല. ഓക്കെ. അടുത്തതാ വീണ്ടും C200 അല്ലേ? ഓക്കെ. പെട്രോൾ വണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 മോഡലാണ്. 73,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പേപ്പർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വെറും 20ന്റെ താഴെ 15,800 ടാക്സ് വരുള്ളൂ 5 വർഷത്തേക്ക്. ഇനിയിപ്പോ കസ്റ്റമർ നമുക്ക് 20,000 രൂപ തരാണെങ്കിൽ നമുക്ക് കേരള നമ്പർ കൊണ്ടോട്ടിയോ മലപ്പുറം ആക്കിയും കൊടുക്കാം. ഓക്കെ. NOC എടുത്തിട്ടുണ്ട് അല്ലേ? NOC എടുത്തിട്ടില്ല, എടുക്കാം വേണമെങ്കിൽ. അപ്പോൾ പാർട്ടിയുടെ പേര് തന്നെ എടുത്തു കൊടുക്കാം. വരുന്ന പാർട്ടിക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ആകെ ചെറിയൊരു എമൗണ്ട് വരും. 20,000 രൂപ അത്രേ വരുന്നുള്ളൂ ഇങ്ങോട്ടേക്ക് മാറാൻ. 2009 മോഡല്. ഓക്കെ. നമുക്ക് ഫൈനൽ 4,10,000 രൂപയ്ക്ക് കൊടുക്കും. NOC അല്ലേ? 4,10,000 C200 നിങ്ങൾക്ക് കൊണ്ടുപോകും. അതിന്റെ കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 73. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? കാര്യങ്ങളൊക്കെ വണ്ടിയാണത്. ചെറിയ ആവശ്യക്കാർക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആണ്. ഓക്കെ.
പൊതുവേ കസ്റ്റമേഴ്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏത് സെഗ്മെന്റ് ആളുകളാണ് കൂടുതൽ വരാറുള്ളത്? ചെറിയ ബഡ്ജറ്റ് നോക്കിയിട്ടാണോ അതോ നല്ല കൂടിയ ബഡ്ജറ്റ്? വരുന്നുണ്ട്, പക്ഷേ ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോണത് ചെറിയ മുടക്കിന്റെ വണ്ടികളാണ്. കാരണം എന്താ വെച്ചാല് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ ഒന്നും കൂടെ 7 ലക്ഷത്തിന്റെ ഒക്കെ ഉള്ളിൽ വരും. ആ ഉള്ളില് 7-8 ലക്ഷം റുപ്യന്റെ താഴെ വരുന്നതാണ് കൂടുതൽ കസ്റ്റമർ. കാരണം എന്താ വെച്ചാല് എല്ലാവർക്കും വലിയ എമൗണ്ടിന്റെ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ ലോണ് വേണം, പിന്നെ പല ആളുകളെ കൊണ്ടും സാധ്യമല്ലല്ലോ. അപ്പൊ കൂടുതൽ അങ്ങനെയാണ്. ബെസ്റ്റ് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കുറവ് പുതിയ വണ്ടികൾക്കാണെങ്കിൽ പോലും കസ്റ്റമർ കൂടുതൽ കുറച്ച് പഴയ വണ്ടികൾ, കാരണം അഫോർഡബിൾ പ്രൈസ് ആണ്. പിന്നെ മാത്രല്ല ഈ പഴയ വണ്ടി കുറച്ച് ഓൾഡ് വണ്ടി എടുക്കുന്നതിന് വേറൊരു കാരണം എന്താ വെച്ചാല് ഡിപ്രിസിയേഷൻ കുറവായിരിക്കും. ഇപ്പൊ പുതിയ ഒരു 20 ലക്ഷം റുപ്യന്റെ വണ്ടി അല്ലെങ്കിൽ 15 ലക്ഷം റുപ്യന്റെ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം 2, 3, 4 ലക്ഷം റുപ്യന്ന് കുറയും. പിന്നെ മറിച്ച് വിൽക്കണമെങ്കിൽ ഇപ്പൊ 20 ലക്ഷം റുപ്യന്റെ വണ്ടി എടുത്താൽ അടുത്ത വർഷം വിൽക്കുകയാണെങ്കിൽ 15, 16 കിട്ടിയെങ്കിലായി. നേരെ മറിച്ച് കുറച്ച് ഓൾഡ് ഇപ്പോൾ ഒരു 5 ലക്ഷം റുപ്യന്റെ വണ്ടികളാണെങ്കിൽ വലിയ മാറ്റം എന്തായാലും ഒരു 4 ലക്ഷം എന്തായാലും കിട്ടും മറിച്ച് വെക്കുകയാണെങ്കിൽ. 2 വർഷം കഴിഞ്ഞാൽ. അതുപോലെ ഷാനവാസ്ക, നിങ്ങൾക്ക് ഈ വിറ്റ കാറുകൾ ആളുകൾക്ക് മറിച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് തന്നെ കൊണ്ടുവന്നാൽ തിരിച്ചെടുക്കുന്നുള്ളൂ. നമ്മളടുത്ത് നിന്ന് എടുക്കണ ഏത് കാറും കസ്റ്റമർക്ക് തോന്നുകയാണ് ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഞാൻ വിചാരിച്ച പോലെ ആയില്ല. പല ആളുകൾ പല രീതിയിലാവുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് താങ്ങൂല തോന്നുകയാണെങ്കിൽ നമ്മളെ വിളിച്ചോട്ടെ, നമ്മൾ തന്നെ തിരിച്ചെടുക്കും. അപ്പം വിറ്റ അതേ പ്രൈസിന് തിരിച്ചെടുക്കുമെന്ന് പറയില്ല. അപ്പത്തെ ഒരു മാർക്കറ്റും തിരിച്ചെടുക്കില്ല. കസ്റ്റമർ ഇത് എടുത്തിട്ട് ഞാൻ കുടുങ്ങി പോവോ, ഞാൻ അത് വിൽക്കാൻ ബുദ്ധിമുട്ടാവോ എന്ന് കരുതി ആരും നിൽക്കണ്ട. എപ്പോൾ വേണമെങ്കിലും 1, 2 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ എപ്പോൾ ആണെങ്കിലും നമ്മൾക്ക് തിരിച്ചു തരാം, നമ്മളെടുത്തോളാം. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാരണം അത്ര ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഈ സാധനം തന്നെ നിങ്ങൾ വേറെ എവിടെയും നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൂടുതലായിരിക്കും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായിട്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഇ ക്ലാസ് ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു സെഗ്മെന്റ് ആണ്. ഈ 220D ആണ്, ഡീസൽ അല്ലേ? എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് മൈലേജ്? ഒരു 15ന്റെ മേലെ എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 സിംഗിൾ ഓണറാണ്. ഓക്കെ, 110 ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. സർവീസ് എല്ലാം ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. മേജർ സർവീസ് തന്നെ എടുത്തു. ലോറാമ്, മൗണ്ടിങ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചു കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട. ഇത് നമുക്ക് ഫൈനൽ വിത്ത് NOCയിൽ 6,20,000 റുപ്യക്ക് കൊടുക്കാം. 6,20,000 ഈ 250D 220D 2012 മോഡല് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 250 ആകുമ്പോൾ കുറച്ചും കൂടി മൈലേജ് കുറയും അല്ലേ? ഓക്കെ, എഞ്ചിനെല്ലാം സെയിം തന്നെയാണ്, ട്യൂണിങ്ങിലുള്ള ചെറിയൊരു വ്യത്യാസം. ഇതിങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയാവും? എന്തായാലും ഒരു 60,000 റുപ്യ വരും. 60,000. ഓക്കെ, 12 മോഡലുള്ള വാഹനമാണ്. അപ്പോൾ പേപ്പർ ഇപ്പോൾ അടുത്തൊന്നും ഇല്ല അല്ലേ? 2027 വരെ പേപ്പർ വാലിഡ് ആണ്. ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. സിംഗിൾ ഓണർ ആണ്, എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ഓക്കെ, ഡീസലാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടെ വെയില് കുറച്ച് പ്രശ്നമാണ് അല്ലേ? ഓക്കെ, C220D ആണ് അടുത്ത വാഹനം, ഒരു പുതിയ വണ്ടി അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡല്, അതിന്റെ ടോപ്പ് എൻഡ് മോഡൽ, പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് വണ്ടി. ഓക്കെ, 2015 C220D ആണ്. NOCയിലാണ് ഉള്ളത്? അതെ, NOC എടുത്തിട്ടില്ല. കസ്റ്റമർക്ക് എടുക്കുവാണെങ്കിലും എടുത്തു കൊടുക്കാം. നിങ്ങളെ RTOയിൽ പുതിയ രജിസ്ട്രേഷനിൽ കൊണ്ടുപോകാം അല്ലേ? 15 മോഡൽ ടോപ്പ് എൻഡ് വാഹനമാണ് C220D. ഇതിൽ പൊതുവെ മൈലേജ് ഓണറാണ്. മൈലേജ് എത്ര കിട്ടും ഇതിന്? എന്തായാലും ഒരു 15, 16, 17 വരെയൊക്കെ. ചില ആളുകൾ 20 കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു 15ന്റെ മേലെ പ്രതീക്ഷിക്കാം. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളൊരു വണ്ടി പ്രീമിയം വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു സാധാരണ കാർ ഉപയോഗിക്കുന്ന ലാഘവത്തിൽ ഉപയോഗിക്കരുത്. ചില ആൾ ബീച്ച് കൊണ്ടുപോയി ഓടിക്കുക, അതേപോലെ ഇങ്ങനെ അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ഇത് കാണണല്ലേ, നമ്മുടെ ഒരു വാല്യൂ കാണണം. എത്ര വില ഉള്ള വണ്ടിയാണ്, അതുകൊണ്ട് ഉപയോഗിച്ച എത്ര ഇതിന്റെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ പാർട്സുകൾക്ക് വില ഉണ്ടാവും. അതാ പറഞ്ഞേ, ലൈറ്റിന്റേതായ ഒരു കോസ്റ്റ് വരും. നിങ്ങൾ 5 ലക്ഷത്തിന് വണ്ടി എടുത്തെന്ന് വിചാരിച്ചിട്ട് റഫായിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അത് ശരിക്കും നമുക്ക് ബോധം വേണം. ഓക്കെ, ഇത് 2015 മോഡൽ C220, 68,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. NOC എടുത്തിട്ടില്ല. എത്ര കൊടുക്കുക? ഇൻഷുറൻസ് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, എല്ലാം ഉണ്ട്. അവൻഗാർഡാണ്, ടോപ്പ് എൻഡ് മോഡൽ. ഇത് നമുക്ക് ഫൈനൽ 14,90 കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറണം എത്രയോ? ഇത് എന്തായാലും ഒരു 3 ലക്ഷം റുപ്യന്റെ പുറത്ത് വരും. ഓക്കെ, അപ്പോൾ 15 മോഡല് NOC പ്രൈസ് 14,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. C220D ഡീസൽ. താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. അത്ര ക്വാളിറ്റിയിൽ ഉപയോഗിച്ച വണ്ടിയാണ്. ഓക്കെ, ഒരു വെറൈറ്റി കളറുള്ള. അതെ, ഇന്ത്യ കസ്റ്റമൈസ്ഡ് ആണത്. പറഞ്ഞിട്ട് അങ്ങനെ കമ്പനി ചെയ്തു കൊടുക്കണം. ഓക്കെ,
ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും ഒരു C200 പെട്രോൾ വണ്ടി തന്നെ. ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2011 മോഡൽ അവൻഗാർഡ് ടോപ്പ് എൻഡ് മോഡൽ C200 പെട്രോൾ, സിംഗിൾ ഓണർ ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് യൂസ് ചെയ്തത്. ഇതിനൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് ഇത്തിരി ചെറിയൊരു കളർ ഷെയ്ഡിങ്. കവർ അടിച്ചിട്ടാൽ മതി. 15,000 രൂപ കൊടുത്താൽ കവർ അടിച്ചിടാം. നമ്മൾ പിന്നെ ഒരു ബഡ്ജറ്റ് ലെവലിലായതിനെ കൊണ്ടാണ് അത് ചെയ്യാത്തത്. കാരണം അങ്ങനെ ആകുമ്പോൾ 5 ലക്ഷം റുപ്യേന്റെ പുറത്ത് പോകുന്നു കിട്ടും. നമസ്കാരം. ബഡ്ജറ്റ് ലെവലിൽ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ വില കുറച്ച് കൊടുക്കുന്ന വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു ഡൗട്ട്. അത് പല ആളുകളും ഒരു തെറ്റിദ്ധാരണയാണ്. ചില ഷോറൂമുകളിൽ അല്ലെങ്കിൽ ചില ആളുകൾ ഒരുപാട് വലിയ വിലക്ക് വണ്ടി വിറ്റാൽ ഭയങ്കര നല്ല വണ്ടിയാണ്, വില കുറച്ച് വിറ്റാൽ അത് മോശം വണ്ടിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കും. വില വണ്ടിയുടെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്വാളിറ്റി ചിലപ്പോൾ വണ്ടിക്ക് ഉണ്ടാവും, അത് ചിലപ്പോൾ രണ്ടും വരാം. ഓക്കെ, അപ്പോ അത്രയും നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ക്വാളിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാം, സിംഗിൾ ഓണർഷിപ്പിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത 2011 മോഡലാണ്. ഓട്ടോ എത്രയായി? 92 കിലോമീറ്റർ, 92,000. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. ടോപ്പിന്റെ വാഹനം എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ഫൈനൽ 480 കൊടുക്കാം. 4,80,000 രൂപയ്ക്ക്. നമ്മൾ നേരത്തെ കണ്ടത് 410 അല്ലേ? 2009 ഇത് 11 ഇത് 480 ഇപ്പൊ ചോദിക്കുന്നത്. NOC പ്രൈസ് അല്ല. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര കണ്ടി? 50 റുപ്യ മതി. 50,000 കണ്ടാൽ എന്റെ ടൈം ആണെങ്കിൽ പിന്നെ അതും വേണ്ട. അതായത് ലാസ്റ്റ് 2026 ലാസ്റ്റിലേക്കാണ്, 25 ലാസ്റ്റിലേക്കാണെങ്കിൽ അല്ല 26 ഫസ്റ്റ് ആണെങ്കിൽ ടാക്സ് വിത്തൗട്ട് ടാക്സിൽ വെറും 15,800 അടച്ചാൽ മതി. ഓക്കെ, അത് മാറി കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മെർസിഡസ് ബെൻസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് കാറ്റഗറി അല്ലേ, ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. A180 തപ്പിയിട്ട് കുറെ ആൾക്കാർ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ഷാനൊക്കെ കൺവേർട്ട് ചെയ്ത നമ്മൾ 2-3 വീഡിയോയിലൊക്കെ ഡീസലും പെട്രോളും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു അല്ലേ, പോയിട്ടുണ്ട് വണ്ടി. ഓക്കെ, ഇത് എങ്ങനെയാ? 2013 മോഡൽ, 58,000 കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. പനോറമിക് സൺറൂഫ്. ടോപ്പൻ്റെ ടോപ്പൻ്റെ അതായത് പെട്രോളിലെ സൺറൂഫ് വരുള്ളൂ. പെട്രോളാ? ശരി, ഡീസലിലെ സൺറൂഫ് വരും. 15ന്റെ ശേഷം വരുന്നുണ്ട്. ഓക്കെ, A200 എന്ന് പറഞ്ഞ ഡീസൽ വന്നു. ഇന്ന് കുറെ പെട്രോൾ ഉണ്ടല്ലോ. എന്താ പെട്രോള് മെയിൻ്റെനൻസ് കുറവ്? ഓൾഡ് കാർ ആകുമ്പോൾ പെട്രോൾ ആണ് നല്ലത്. സേഫ് അല്ലേ? സേഫ് അതാണ്, കസ്റ്റമർക്കും സേഫ് അതാണ്. പിന്നെ ഡീസൽ സ്റ്റോപ്പ് ചെയ്യുമെന്നൊക്കെ ഉള്ള കുറെ ആളുകൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ സ്റ്റേറ്റ് അതായത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. നമ്മളെ രാജ്യമല്ലേ, അത്രയും ഡെവലപ്ഡ് ആയിട്ട് പറയണത് അത്ര പോസിബിൾ അല്ല. ഇന്ത്യ പോലുള്ള ഒരു കൺട്രിയിലൊക്കെ ഒരു വണ്ടി വെച്ച് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. കർണാടക, വയനാട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഒരു കോടതി കൊണ്ടുപോയി കേസ് കൊടുത്താൽ തീർന്ന് ഇന്നൊരു 5-10 കൊല്ലം അതിൻ്റെ ബാക്ക് പോകും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വാഹനം, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത് പെട്രോൾ ആയതുകൊണ്ടാണ്. ഓക്കെ, വേറെ ക്ലെയിമോ B180 കാണിച്ചില്ലേ, അതിന്റെ ഒന്നും കൂടെ ഒരു കോമ്പാക്ട് അതെ, ചെറിയ ഒന്നും കൂടെ എൻട്രി കാറാണ്. പക്ഷെ ഇത് B180നേക്കാൾ ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ്. സ്റ്റൈലിഷ് ആണ്, പക്ഷെ ഒന്നും കൂടെ എന്താ പറയാ, യൂട്ടിലിറ്റി പർപ്പസ് മറ്റേതാണ്. ഒന്നും കൂടെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ B180 കാണും. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 4 ആൾക്ക് ഇരുന്നാൽ കൺജസ്റ്റഡ് ആണ്. ചെറിയ വണ്ടിയാണ്. ലേഡീസ് പർപ്പസിനൊക്കെയാണ് കൂടുതൽ പോവുക. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമ്മൾ 6,20,000 രൂപ NOCയിൽ. 6,20,000 2013 മോഡൽ, 58,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ A180 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറണം എത്ര കണ്ടി വരും? എന്തായാലും ഒരു 60,000 രൂപ എന്തായാലും വരും. ഓക്കെ, ഇതിപ്പോൾ ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ ആയിട്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും പെട്രോൾ വണ്ടി തന്നെ, C200 തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡൽ, 94,000 കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ്, 94,000, 2011 മോഡലാണ്. NOC എവിടെയെങ്കിലും എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ എടുത്തു തരും, നിങ്ങളുടെ പേരിലേക്ക് എടുത്തു തരും. പെട്രോൾ മാത്രമല്ല, ഒരു ബ്ലാക്ക് ഒരു ഡീസലും കൂടി വരുന്നുണ്ട് അല്ലേ? രണ്ടിനും 2 ആരാധകർ ഉണ്ടാവും അല്ലേ? ഡീസലിന്റെ ആളുകൾ പെട്രോൾ എടുക്കുള്ളൂ, ഡീസലിന്റെ ആളുകൾ ഡീസൽ എടുക്കുള്ളൂ. അപ്പോൾ അതാണ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം NOC? നമുക്ക് 4,70,000 രൂപ കൊടുക്കാം. 4,70,000 NOC പ്രൈസിൽ 2011 മോഡല്, 94,000 കിലോമീറ്റർ ഓടിയ C200 പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര കാണുന്നതിന്? 50,000 രൂപ അത്രയും കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ താല്പര്യം ഉണ്ടെങ്കിൽ. വേറെ വർക്കും കാര്യമൊന്നുമില്ലല്ലോ?
എല്ലാം സർവീസ് ചെയ്തല്ലേ? ഓക്കെ. അടുത്തതാ നമ്മൾ സി ക്ലാസ് ബ്ലാക്കിലെത്തി. C250D. ഇത് ഡീസൽ വണ്ടിയാണ്. നേരത്തെ പെട്രോൾ കണ്ടു, ഇത് ഡീസലാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 65,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, മോഡല് 2011. സെയിം തന്നെ അല്ലേ? സെയിം 11 65,000 ആണ്. അതിനേക്കാൾ കുറച്ചേ കൂടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, 10,000 കുറവാണ്. പ്രൈസ് തന്നെ നമ്പർ ആക്കാനും വരുള്ളൂ. 470 470 വിത്ത് NOC നമ്പർ ആക്കാൻ ഒരു 50,000 റുപ്യ അതും വരും. ശരി, നമ്പർ ആക്കാനും സെയിം റേറ്റ് തന്നെയാണ്. ഒരു ഡീസൽ വണ്ടിയെ സംബന്ധിച്ചിട്ട് കുറഞ്ഞ കിലോമീറ്റർ ആണ്. കുറഞ്ഞ കിലോമീറ്റർ 65,000 കിലോമീറ്റർ. കുറഞ്ഞ ഡീസലാകുമ്പോൾ ആളുകൾ കുറച്ചും കൂടെ ഓടുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ്. ഇതിനെങ്ങനെ മൈലേജ് കിട്ടും ഡീസലിന്? എന്തായാലും ഒരു 15ന്റെ മേലെ കിട്ടും. ഇത് C250 ആണ്, 220 അല്ല. അപ്പോൾ 250 220 അപേക്ഷിച്ച് ഇത്തിരി മൈലേജ് കുറവായിരിക്കും. പക്ഷെ 2011 ശേഷമാണ് ഈ C250 എന്ന് പറഞ്ഞൊരു വേരിയന്റ് സി ക്ലാസ്സിൽ വന്നത്. അതിന്റെ മുന്നേ പെട്രോൾ വേർഷനിൽ 250 ഉള്ളായിരുന്നു. ഓക്കെ. അപ്പോൾ എവിടെ NOC എടുത്തിട്ടില്ല, നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? ഇതും സർവീസ് എല്ലാം ചെയ്ത് വെച്ചാൽ എല്ലാം വെച്ചതാണ്. അതെല്ലാ വണ്ടികളും നമ്മൾ സർവീസ് ചെയ്ത് വെച്ചാണ് ഫ്രെയിമിൽ കാണുന്ന എല്ലാ വണ്ടികളും. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. A ക്ലാസ് തൊട്ടിട്ട് A, B, C, E, S എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. S ക്ലാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു ഗോൾഡൻ കളർ, ഒരു വെറൈറ്റി കളറാണ് അല്ലേ? ഇവിടെ ഉള്ളതിൽ C200 തന്നെയാണ്, പെട്രോൾ വണ്ടി. ഇത് കംപ്രസറാണ് അല്ലേ? ഇത്ര നേരം കാണാൻ നമ്മൾ CGI എഞ്ചിനാണ്, ഇത് കംപ്രസറാണ്. 2010 മോഡലാണ്, 88,000 കിലോമീറ്റർ. ഓക്കെ. ഇത് ഏതാണ്ട് ഇപ്പൊ നമ്മൾ 1,00,000 റുപ്യോളം ഇതിൽ ചെലവാക്കി. കാരണം ട്രാൻസ്മിഷൻ ഓയിൽ അടക്കം മാറി, എഞ്ചിൻ ഓയിൽ, ട്രാൻസ്മിഷൻ ഓയിൽ, മൗണ്ടിങ്, ബുഷ് കാര്യങ്ങൾ, ലിങ്ക് റോഡ്, ലോവർ റാം. ഇതിപ്പോ പുതിയ പുത്തൻ വണ്ടി, ബാറ്ററി മാറി, പുതിയ ഇൻഷുറൻസ് ആണ്. ഒന്നും NOC ഒന്നും എടുത്തിട്ടില്ലല്ലോ? NOC ഇല്ല, ഇത് ഓൾറെഡി കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുണ്ട്. നമ്പർ ആയി കഴിഞ്ഞില്ല, കേരള നമ്പർ ആയി കഴിഞ്ഞു. 2030 വരെ ഫുൾ പേപ്പർ വാലിഡ് ആണ്. ഓക്കെ. കംപ്രസറാണ്, C200. ഓക്കെ. വേറെ വർക്കൊന്നും എടുക്കാനില്ല, ഒന്നും എടുക്കാനില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ? എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഫൈനൽ 450 കൊടുക്കാം. 4.5 ലക്ഷം രൂപയ്ക്ക് 2010 2030 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള കേരള നമ്പർ ആയി കഴിഞ്ഞ ഈ ഒരു C200 കംപ്രസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഇനി ഒരുപാട് വണ്ടികൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. കുറെ പെയിന്റിങ്ങിലുണ്ട്, കുറെ പോളിഷിങ്ങിലുണ്ട്. എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് പാർട്ട് 2 ചെയ്യാം. ഓക്കെ. നിങ്ങൾ വിളിച്ചോളൂ, ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കാറ്റലോഗ് നമ്പർ കൊടുക്കാമല്ലോ അല്ലേ? കാറ്റലോഗ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യാറില്ല. അവർ പറയുന്ന ബഡ്ജറ്റിനനുസരിച്ച് കാറുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽ എന്തായാലും വാട്സാപ്പിൽ അയച്ചു തരുന്നതാണ് ഷാനുഖ. അപ്പോൾ കസ്റ്റമർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചോട്ടെ. ഇനിയിപ്പോൾ വണ്ടികളെ കുറിച്ച് അറിയാനോ, ഇനിയിപ്പോൾ നമ്മളെടുത്തുനിന്ന് എടുത്തിട്ടില്ലെങ്കിൽ പോലും കസ്റ്റമർ വിളിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സർവീസും പാർട്സും എന്ത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോ. ഓക്കെ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ഷാനുഖ, താങ്ക് യു, ബൈ.